Good morning. Good morning. Good morning, ma'am. Morning, miss. How are you all? How are Good you? morning, ma'am. You can hear me? Excuse me. Can you hear me? Yes. Okay. Shall we begin the class? How many people joined? Okay. Then where we stopped? We finished, I think. Okay, we finished modal verbs. Okay. The last class we finished that modal verbs. Am I right? May, might, must. We finished that. Can anyone please say? Excuse me. Must complete ചെയ്തു. I'm not hearing. സെമി മോഡാലറീസ് സ്റ്റാർട്ട് ചെയ്യുന്നു. Okay, just wait a second. Am I audible? Yes. Clear or no? Anyone please tell me. ക്ലിയർ ആണ്. Yes, ma'am. Hello. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം Ma'am. കേൾക്കാം കേൾക്കാം. Okay, okay. Clear. Okay, fine. Where we stopped in the last session, നേരത്തെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ വെയിറ്റ് ഇത്തിരി ഡിലേ ആയത്. കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നിങ്ങളുടെ സൗണ്ട്. ഓക്കെ, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ ആയിരുന്നു? We finish must. Okay. Okay, must നമ്മൾ ഫിനിഷ് ചെയ്തു. അതായത് modal verbs നമ്മൾ ഫിനിഷ് ചെയ്തു. We discussed about all the modal verbs that will, would, shall, should, can, could, may, might, must, all we discussed. And I think it's clear. Clear ആണോ എല്ലാവർക്കും? മനസ്സിലായോ?
Yes, ma'am. നോട്ട്സ് എല്ലാം കിട്ടിയോ? നോട്ട്സ് കിട്ടിയോ മോഡൽ വൈസിന്റെ? Please tell me. Okay, then next we are going to discuss about semi-modals. Okay, semi-modals. What is semi-modals? We discussed that dire, need, ought to, used to, all these commands are semi-modals. Okay, semi-modals ആണ് നമ്മൾ പഠിക്കുന്നത്, നമ്മൾ നോക്കുന്നത്. Okay, just a second. കാണാൻ പറ്റുന്നുണ്ടോ? നോക്കിക്കോ. കാണാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണോ? Yes, ma'am. Okay. Here we are going to discuss about dare. What is the use of dare? Dare എപ്പോഴാണ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. Okay. Dare is used in the sense of defy, challenge, face boldly. അതായത് ധൈര്യപ്പെടുക, നമ്മൾ എന്തിനെങ്കിലും ചെയ്യുക, മുതിരുക, ധൈര്യപ്പെടുക എന്നുള്ള മീനിങ്ങിലാണ് എന്ത് ഉപയോഗിക്കുന്നത്? dare. Dare, D-A-R-E, dare. Dare is used in the sense of defy, challenge, face boldly. അതായത് നമ്മൾ ധൈര്യത്തോടു കൂടി എന്തെങ്കിലും നേരിടുക, ധൈര്യപ്പെടുക, മുതിരുക എന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ ഡെയർ യൂസ് ചെയ്യുന്നത്. നമ്മൾ ചോദിക്കാറുണ്ട്, ഹൗ ഡെയർ യു ഗോ there? ഹൗ ഡെയർ യു? വിൽ ആസ്ക്, അല്ലെ, നിനക്ക് ഇത്ര ധൈര്യമോ? ഓക്കെ, ഹൗ ഡെയർ യു ഗോ? Then go if you dare. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ പോകൂ. Go if you dare. Okay. Then you dare to see the film alone. നിനക്ക് ധൈര്യമുണ്ടോ നിനക്ക് ഒറ്റയ്ക്ക് ഈ സിനിമ കാണാൻ? അല്ലെ, you dare to see the film alone? You'll ask. അല്ലെ, dare means ധൈര്യപ്പെടുക, എന്തിനെങ്കിലും നമ്മൾ മുതിരുക എന്നുള്ള മീനിങ്ങിലൊക്കെയാണ് dare നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, എനിക്ക് പോകാൻ ധൈര്യമുണ്ട്. എങ്ങനെ ചോദിക്കാം? എനിക്ക് പോകാൻ ധൈര്യമുണ്ട്. ഐ ഡെയർ ഗോ there. എനിക്ക് അവിടെ പോകാൻ ധൈര്യമുണ്ട്. ഐ ഡെയർ ഗോ there. അങ്ങനെ പറയും. ഓക്കെ, ഐ ഡെയർ ഗോ there. നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? How can we say the negative form? I don't dare to do. I daren't യൂസ് ചെയ്യാം. daren't. ഓക്കെ, daren't കൂടെ തന്നെ dare നോട്ടിന് കോൺട്രാക്ഷൻ ആണ് daren't. ഓക്കെ, daren't go there. I daren't, എനിക്ക് ധൈര്യമില്ല അവിടെ പോകാൻ. I daren't go that place. ഓക്കെ, I daren't. ഓക്കെ, നെഗറ്റീവ് ആയിട്ട് ഉപയോഗിക്കാം I daren't. ഓക്കെ, then എനിക്ക് അയാളെ ഫേസ് ചെയ്യാൻ ധൈര്യമില്ല. How can we say? എങ്ങനെ പറയാൻ പറ്റും? എനിക്ക് അയാളെ ഫേസ് ചെയ്യാൻ I daren't to face him. Yes, good. I daren't face him. Okay, I daren't face him. You can say I daren't face him. Okay, നിനക്ക് ധൈര്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ എങ്ങനെ പറയാൻ പറ്റും? Dare you go there? നിനക്ക് ധൈര്യം ഉണ്ടോ? It's a question. Dare you go there? You can ask. Dare you go there? Okay, how dare you means what? നിനക്ക് ധൈര്യം ഉണ്ടോ? How dare you ask this question? How dare you? നമ്മൾ ചോദിക്കാറുണ്ടല്ലേ, how dare you? നിനക്ക് ഇത്ര ധൈര്യമോ? How dare you ask me like this? ഇങ്ങനെ ചോദിക്കാൻ എത്ര ധൈര്യമോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. Then how dare you? Okay, can you give me some examples more? Try. Okay, can you give me some examples more? നിനക്ക് എന്നോട് ചോദിക്കാൻ എത്രക്ക് ധൈര്യമോ? How dare you question me? You can ask. How dare you question me? You can ask.
ഓക്കെ, നിനക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ, എന്നോട് ചോദ്യം ചെയ്യുവാൻ ഇത്രക്ക് ധൈര്യമോ? ഹൗ ഡെയർ യു ആസ്ക് മീ? ദെൻ എന്റെ റൂമിൽ കയറാൻ നിനക്ക് ധൈര്യമുണ്ടോ? അങ്ങനെ ചോദിക്കുക. എന്റെ പെർമിഷൻ ഇല്ലാണ്ട് then how can we ask? നമുക്ക് എങ്ങനെ ചോദിക്കാൻ പറ്റും? How dare you get in my room? Yes, how dare you get inside my room? Get in my room without my permission. How dare you? How dare you do this? You can ask. അല്ലേ? How dare you enter my room? Is good. How dare you enter my room without my permission? You can ask. നിനക്ക് ഇത്ര ധൈര്യമോ എന്നുള്ള മീനിങ്ങില് അല്ലെ? എന്നോട് ചോദിക്കാണ്ട് എന്റെ റൂമിൽ പ്രവേശിക്കാൻ നിനക്ക് ഇത്ര ധൈര്യമോ? Then how dare you question me? How dare you? You can ask. Then വേറെ അവര് they dared me to win the race. അങ്ങനെയും പറയാം. They dared me. DARED. They dared me to win the race. അതായത് ഒരു ചലഞ്ച് ചെയ്തു എന്നുള്ള ഒരു മീനിങ്ങിലാണ് അവിടെ ഡെയർ ഉപയോഗിച്ചിരിക്കുന്നത്. They dared me to win the race. അതായത് ജയിക്കാനായിട്ട് അവര് ചലഞ്ച് ചെയ്തു. അവര് റേസില് ജയിക്കുമെന്ന് അവര് ചലഞ്ച് ചെയ്തു എന്നുള്ള മീനിങ്ങിൽ നമ്മൾ ഡെയർ ഉപയോഗിക്കുന്നുണ്ട്. Then I dared to do this. I dared. DARED. Dare you do it again? നിനക്ക് എത്ര ധൈര്യമുണ്ടോ വീണ്ടും ചെയ്യാൻ? നീ ചെയ്യുമോ എന്നുള്ള മീനിങ്ങിൽ കേട്ടോ. യെസ്, വെരി ഗുഡ്. ആൻഡ് ഹൗ ഡെയർ യു നമ്മളത് ഡിസ്കസ് ചെയ്തതാണ്. ഹൗ ഡെയർ യു ബിഹേവ് ലൈക്ക് ദിസ്? യു ക്യാൻ ആസ്ക്. ഇങ്ങനെ പെരുമാറാൻ ധൈര്യമോ? ഇത്രയ്ക്ക് ധൈര്യമോ? ഹൗ ഡെയർ യു? ഓക്കെ, ഹൗ ഡെയർ യു ബിഹേവ് ലൈക്ക് ദിസ്? ഹൗ ഡെയർ യു ടെൽ മീ സോ? How dare you tell me so? You can ask. How dare you tell me so? Then, how dare you tell me such a thing? ഈ കാര്യം പറയാൻ നിനക്ക് ഇത്രക്ക് ധൈര്യമോ? How dare you tell me such a thing? Then you can ask, come out. പുറത്തേക്ക് വരൂ. If you dare. Come out. പുറത്തേക്ക് വരൂ. Come out if you dare. Okay, come out if you dare. You dare to see me. You dare to see the film alone. You dare to see the film alone. നിനക്ക് ഒറ്റയ്ക്ക് കാണാൻ നിനക്ക് ധൈര്യമുണ്ടോ? നിനക്ക് ധൈര്യമുണ്ടോ നമ്മൾ ചോദിക്കാൻ മതി. You dare to see the film alone. Okay, all these are the examples of dare. ധൈര്യപ്പെടുക, മുതിരുക എന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന്റെ നെഗറ്റീവ് ഫോം ഡെയറിന് ഉപയോഗിക്കാം. ഓക്കെ, I daren't go there. എനിക്ക് ധൈര്യമില്ല അവിടെ പോകാൻ. എനിക്ക് ധൈര്യമില്ല. I daren't face him. എനിക്ക് അവനെ കാണാൻ, അവനെ ഫേസ് ചെയ്യാനുള്ള ധൈര്യമില്ല. ഓക്കെ, I daren't face him. I daren't sleep alone. എനിക്ക് പേടിയാണ് അല്ലെ ഒറ്റയ്ക്ക് കിടക്കാൻ അല്ലെ? എനിക്ക് ഒറ്റയ്ക്ക് കിടന്നുറങ്ങാനുള്ള ധൈര്യമില്ല. I daren't sleep alone. I daren't sleep alone. You can ask. Okay. ഞങ്ങൾക്ക് അയാളുടെ അടുത്ത് പോകാനുള്ള ധൈര്യമില്ല. എങ്ങനെ ചോദിക്കാം? ഞങ്ങൾക്ക് അയാളുടെ അടുത്തേക്ക് പോകാനുള്ള ധൈര്യമില്ല. എങ്ങനെ ചോദിക്കാം? എക്സ്ക്യൂസ് മീ, ഞങ്ങൾക്ക് അയാളുടെ അടുത്തേക്ക് പോകാനുള്ള ധൈര്യമില്ല. എങ്ങനെ ചോദിക്കാം? We daren't. Okay, ധൈര്യമില്ല. We daren't യൂസ് ചെയ്യാം കേട്ടോ. We daren't go near to him. We daren't go near to him. Okay, we daren't go to him. ചോദിക്കാം. We daren't go to him. ധൈര്യമില്ല. എനിക്ക് രാത്രിയിൽ നടന്നു പോകാനുള്ള ധൈര്യമില്ല. എങ്ങനെ ചോദിക്കാം? എനിക്ക് ധൈര്യമില്ല. എനിക്ക് രാത്രിയിൽ നടന്നു പോകാനുള്ള ധൈര്യമില്ല. Yes, I daren't go alone at night. Very good. I daren't go alone at night. Very good. I daren't
walk alone at night. Very good. Yes. Okay, they are not. Right. They aren't. Okay. അവൾക്ക് ഹൊറർ ഫിലിംസ് കാണുന്നതിനുള്ള ധൈര്യമില്ല. എങ്ങനെ പറയാം? അവൾക്ക് ഹൊറർ ഫിലിംസ് കാണുന്നതിനുള്ള ധൈര്യമില്ല. She daren't watch horror movies. Very good. She dare not watch small horror movies. She daren't see. Yes, good. She daren't see horror films. She dare. അവൾക്ക് ധൈര്യമുണ്ട്. അതെങ്ങനെ പറയാം? അവൾക്ക് ഹൊറർ മൂവീസ് കാണാനുള്ള ധൈര്യമുണ്ട്. അവൾക്ക് ഹൊറർ മൂവീസ് കാണാനുള്ള ധൈര്യമുണ്ട്. You can speak me also. അവൾക്ക് ധൈര്യമുണ്ട്. She dare to watch horror movies. Very good. So RROR horror. Okay, horror. She dare to watch. She dare to see horror films. Very good. Very good. എനിക്ക് രാത്രിയിൽ നടന്നു പോകാനുള്ള ധൈര്യമുണ്ട്. How can we say? എനിക്ക് രാത്രിയിൽ നടന്നു പോകാനുള്ള ധൈര്യമുണ്ട്. I dare to walk at night. Yes, I dare to walk at night. Okay, I dare to walk at night. Very good. I dare to walk alone at night. Yes, good. I dare to walk alone at night. Very good. Okay, fine. I think you understood the use of dare. Then can you ask a question? നിനക്ക് ധൈര്യമുണ്ടോ? നിനക്ക് അവിടെ ഒറ്റയ്ക്ക് പോകാൻ ധൈര്യമുണ്ടോ? ഒരു ക്വസ്റ്റ്യൻ ആണ്. Yes or no question ആണ്. Then how will you ask? How dare to go there? നിനക്ക് ധൈര്യമുണ്ടോ? Dare. Do you dare to go there? Okay, fine. Then dare you go there alone? You can ask. Dare you go alone? Okay. Dare you go there alone? You can ask. Dare. First word. Okay. Then, okay. Dare you go there alone? You can ask this. Then, okay. Don't you dare to go there? Okay, fine. Okay. Then, എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ? നീ അത്രക്ക് വളർന്നോ? അങ്ങനെയൊക്കെയുള്ള ഒരു മീനിങ്ങിൽ ചോദിക്കാം. ഹൗ ഡെയർ യു ക്വസ്റ്റ്യൻ മീ? ഓക്കെ, ഹൗ ഡെയർ യു? നീ എന്നെ അങ്ങനെ വിളിക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ? നീ അത്രയ്ക്ക് വളർന്നോ? എങ്ങനെ ചോദിക്കാം? എന്നെ ഇങ്ങനെ വിളിക്കാൻ, എന്നെ അങ്ങനെ How dare you call me like this? Yes, how dare me call me so? How dare me call me so? You can ask. How dare me? Sorry, how dare you call me so? How dare you? How dare to call me like this? Okay, fine. How dare to call me like this? How dare to call me like that? Yes, good. Then, how dare you call me so? Then, ഇത്രയും ക്രൂരമായി എന്നോട് പെരുമാറുവാൻ നിനക്ക് എങ്ങനെ ധൈര്യമുണ്ടായി? എങ്ങനെ ചോദിക്കാം? ഇത്രയ്ക്ക് ക്രൂരമായി എന്നോട് പെരുമാറുവാൻ നിനക്ക് എങ്ങനെ ധൈര്യമുണ്ടായി? How dare to behave so cruel? Yes, very good. Okay, very good. How dare to behave like cruel to me? Okay, you can say, how dare you behave me so cruelly? You can also, you can say like this. Okay, how dare you behave me so cruelly? How dare to behave like this so cruelly? You can say, okay, fine. How dare to behave like this cruelly? Yes, good. Then, okay, I think you understood well. മനസ്സിലായെന്ന് വിചാരിക്കും. Clear ആണോ? How dare you? Okay, we use yes to be rude like this. Okay, good. Good. Okay, clear ആണോ? Dare. സെമി മോഡൽസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. Dare. Clear ആണോ? ധൈര്യപ്പെടുക, മുതിരുക, അല്ലേ? Yes. The next one is we are moving on to need. Need. What is the meaning of need? Need. ആവശ്യം. Yes, ആവശ്യം അല്ലെ? ആവശ്യം അല്ലെ? ആവശ്യപ്പെടുക എന്നുള്ളൊരു മീനിങ്ങിനെ നീഡ് സെയിമോ ഞാൻ പറയേണ്ടതായിട്ടുണ്ടോ? ആവശ്യമുണ്ടോ?
യെസ്, ആവശ്യം. നീഡ് ഐ സേ മോർ? ഓക്കെ, യു നീഡ് ഇറ്റ് ഗോ. ഓക്കെ, നീ പോകേണ്ട കാര്യമില്ല, ചെയ്യേണ്ട കാര്യമില്ല, നീ അവിടെ പോകേണ്ട കാര്യമില്ല. നീഡിന് ഉപയോഗിക്കുന്നത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, ചെയ്യേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുമ്പോഴാണ് യു നീഡ് ഇറ്റ് ഗോ ദർ. യു നീഡ് ഇറ്റ് അക്കംപനി വിത്ത് മീ. യു നീഡ് ഇറ്റ് കം. നീ വരേണ്ട കാര്യമില്ല, നീ വരേണ്ട ആവശ്യമില്ല ഇവിടെ. ഓക്കെ, യു നീഡ് ഇറ്റ് വറി. നീ വിഷമിക്കേണ്ട കാര്യമില്ല, വിഷമിക്കേണ്ട കാര്യമില്ല. ഓക്കെ, യു നീഡ് ഇറ്റ്, നെഗറ്റീവ് ഫോം ഓഫ് നീഡ്. ഓക്കെ, യു നീഡ് ഇറ്റ്, we use. Okay, then in a question form, okay, question ആയിട്ട് നമുക്ക് ചോദിക്കാം, ഞാൻ നാളെ വരേണ്ട കാര്യമുണ്ടോ? നീഡ് ആയി ഉപയോഗിക്കാം. ഓക്കെ, നീഡ് ആയി, നീഡ് വി, ഞങ്ങൾ വരേണ്ട ആവശ്യമുണ്ടോ? നീഡ് ഐ കം ടുമോറോ, നാളെ വരേണ്ട ആവശ്യമുണ്ടോ? നീഡ് ഐ, ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഫോം. നീഡ് ആയി ഉപയോഗിക്കാം ഇവിടെ, കേട്ടോ. നീഡ് ഐ കം ടുമോറോ, ഞാൻ നാളെ വരേണ്ട കാര്യമുണ്ടോ? നീഡ് ഐ. ഓക്കെ, നീഡ് വി വെയിറ്റ് ഫോർ യു, ഞങ്ങൾ നിന്നെ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ, കാര്യമുണ്ടോ എന്ന് ചോദിക്കാം. നീഡ് വി വെയിറ്റ് ഫോർ യു, നീഡ് വി, നീഡ് ഐ ഉപയോഗിക്കാം. ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഫോം. ഓക്കെ, then നീഡ് ഉപയോഗിച്ച് നമ്മൾ പറയുന്നു. Then to express necessity, obligation, sometimes we used to express our obligation, നമ്മളുടെ rights, നമ്മളുടെ duties പറയുമ്പോഴും നമ്മൾ need ഉപയോഗിച്ച് പറയുന്നു. obligation, our duties, നമ്മുടെ കടമകൾ, ചുമതലകൾ, obligation. Okay, to express necessity, ആവശ്യം, ആവശ്യം. Okay, need ഉപയോഗിച്ച് പറയുന്നു. Then you needn't have waited so long, നമുക്ക് ചോദിക്കാം. ഓക്കെ, we need it pay tax, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല, ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല. we needn't pay tax. ഓക്കെ, I needn't go there uninvited, uninvited, അതായത് വിളിക്കാത്ത ആവശ്യത്തിന് പോകേണ്ട കാര്യമില്ല. ഓക്കെ, ഇൻവൈറ്റ് ചെയ്യാത്ത ആവശ്യങ്ങൾക്ക് പോകേണ്ട. I needn't go there uninvited. Okay, I needn't go there uninvited. Okay, you needn't come, നീ വരേണ്ട ആവശ്യമില്ല. Then ഇതിൽ പകരമായിട്ട് instead of this we can use no need of. Okay, no need of coming, no need of worrying, you can say. No need of, you can use. No need of coming, no need of going there. You needn't go, needn't go ക്ക് പകരമായിട്ട് no need of ഉപയോഗിക്കാം. No need of going that place, no need of coming, no need of coming with me. Then no need of worrying, you can use. നീഡിന് പകരമായിട്ട് no need of ഉപയോഗിക്കാം. Okay, clear ആണോ? നീഡ്, അത്യാവശ്യം, ആവശ്യം, ഒബ്ലിഗേഷൻ. ഓക്കെ, നമ്മൾ നീഡ് ഉപയോഗിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ ആവശ്യമില്ല, യു നീഡിന്റ് ഉപയോഗിക്കുന്നു. യു നീഡിന്റ് ഗീവ് ഹിം ബ്രൈബ്, കൈക്കൂലി കൊടുക്കേണ്ട ആവശ്യമില്ല. യു നീഡിന്റ് ഗീവ് ഹിം ബ്രൈബ്, ബ്രൈബ് മീൻസ് കൈക്കൂലി അല്ലെ. യു നീഡിന്റ് ഗീവ് ഹിം ബ്രൈബ്, യു ക്യാൻ സേ. Then all these are the use of. നീഡിന് പകരം no need of ഉപയോഗിക്കാം. No need of coming with me, എന്റെ കൂടെ വരേണ്ട കാര്യമില്ല. നീഡിന് പകരം no need of ഉപയോഗിക്കാം. കറക്റ്റ് ആണ്. Then you needn't go, അതിന് പകരമായിട്ട് no need of going, you can use. No need of going, no need of worrying, അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. ഓക്കെ, ക്ലിയർ ആണോ? നീഡ്. Then ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ need we wait for you, നിനക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി.
അല്ലെ? ഞങ്ങൾ കാത്തു നിൽക്കണോ? ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കേണ്ട കാര്യമുണ്ടോ? കാത്തിരിക്കണമോ എന്നുള്ളൊരു മീനിങ്ങില് നീഡ് വി വെയിറ്റ് ഫോർ യു ഉപയോഗിക്കാം. നീഡ് വി വെയിറ്റ് ഫോർ യു. ഓക്കെ, ക്ലിയർ ആണോ? Can you give me some examples for need? Can you give me some examples? No need to be sad. Yes, അതിന്റെ ആവശ്യമില്ല. No need to be sad. Need not to go there. Needing to go there. Yes, good. Yes, no need of going there. That place. No need of accompanying with her. She will go alone. No need of accompanying her. No need to worry. Be cool. You can say, no need to worry. No need of worrying about this. Okay, you can say that. ആവശ്യമില്ല. You need to do this. Sometimes you need to, അതിന്റെ ആവശ്യമുണ്ട്. Sometimes to say about obligation, about your duty. You need to do this. You need to look after your parents. You need to look after your children. Okay, you need to protect your aged parents. ആവശ്യമുണ്ട്, നീ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ള മീനിങ്ങിൽ നമ്മൾ need to ഉപയോഗിച്ച് പറയുന്നു. You need to. You need to do your homework. You need to do your daily exercise. You need to do this. Okay, sometimes to remind about their duties, we use need to. നമ്മൾ need to ഉപയോഗിക്കുന്നുണ്ട്. No need of study. പഠിക്കേണ്ട ആവശ്യമില്ല. Then you need to eat more vegetables. You need to include more vegetables in your food. You need to drink more water, plenty of water. No need to act this much. Okay, it's good. No need to act this much. No need to imitate him. Okay. You need to drive safe. Yes, good. You need to drive safely. Okay. You needn't wait for him. Okay. No need to beat him. Then no need to take care of your parents. Sorry, you need to take care. Sorry for that. You need to take care of your parents. No need to go there. You need to look after your parents. Sorry, you need to look after yourself. You need to look after yourself. You need to. You use need to be able ചെയ്യേണ്ടതായിട്ടുണ്ട്. I need to make this quickly. I need to make some money. I need to save. Okay, I need to save some money. I need to, you need to spend time for yourself. Yes, it's necessary. You need to spend time with your family. Okay. You need to work so hard. No need to going there. Okay, fine, good. I need to go abroad. Yes, I need to go abroad. എനിക്ക് പോകേണ്ടതായിട്ടുണ്ട്, ആവശ്യമുണ്ട് എന്നുള്ള മീനിങ്ങിൽ നമ്മൾ need ഉപയോഗിക്കുന്നു, need to ഉപയോഗിക്കുന്നു, needing നെഗറ്റീവ് ഫോം ഉപയോഗിക്കുന്നു. Then question form, need I come tomorrow? ഞാൻ വരേണ്ടതായിട്ടുണ്ടോ, വരേണ്ട ആവശ്യമുണ്ടോ? Need I come tomorrow? Need we wait for you? Okay, നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? Need we wait for you? You need to be confident. Yes, you need to be ആവശ്യമുണ്ട്, confident ആകണം. You need to be more bold. You need to be more brave. ധൈര്യം വേണം അല്ലെ? You need to be behave boldly. Behave boldly. ധൈര്യത്തോടു കൂടി. Need to ആവശ്യമുണ്ട്. You needn't be so scared. പേടിച്ചിരിക്കേണ്ട കാര്യമില്ല. You needn't be so scared. Okay, need I pay you now? Okay, നിനക്കിപ്പോ തരേണ്ടതായിട്ടുണ്ടോ? ക്യാഷ് പേ ചെയ്യണോ? Need I pay the bill? You can ask, need I pay the bill? Then, need I go there? Need I come with me? Sorry, come with you. Need I come with you? You can ask, ആവശ്യമുണ്ടോ, വരേണ്ടതായിട്ടുണ്ടോ എന്നുള്ളൊരു മീനിങ്ങിൽ നമ്മൾ need ഉപയോഗിച്ച് പറയുന്നു.
No need to go in front of others. Yes, good. No need to go in front of others. Need I pay extra for this? Is it necessary to pay extra? അതിനുള്ള many need I pay extra for this? Okay, I think it's clear. Need I clarify more? മനസ്സിലായോ? Need. This is the use of need. To express necessity, to express our, to express obligation, to say about obligation, we use need ഉപയോഗിച്ച് പറയുന്നു. Need ഉപയോഗിക്കുന്നു. We discussed about dare, ധൈര്യപ്പെടുക, മുതിരുക എന്നുള്ളൊരു meaning. Need I eat that tablet? Need I consult a doctor? You need to consult a doctor. അത്യാവശ്യമാണ്. You need to take medicines. Okay. You needn't take medicines without the permission of, without doctor, without the prescription, without doctor's prescription, you needn't take medicines. ചെയ്യരുത്. ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു മീനിങ്. Okay. Need to take medicines. You need to take medicines. You need to take rest. Okay, I think it's clear. Any doubts from this? No need of consult a doctor. Okay. Clear ano? Need. Yes, you need to get enough sleep. You're so tired. Okay, you're so tired. You need to take some rest. You need to take leave today. Okay, here മനസ്സിലായോ എല്ലാവർക്കും? Clear ആണോ? Clear? What about others? Okay. Then next one is used to. Used to. When we use used to? When we say used to. എപ്പോഴാണ് നമ്മൾ used to ഉപയോഗിക്കുന്നത്? Used to. Anyone please? Habitual. Yes, പതിവായി ചെയ്യാറുണ്ടായിരുന്നു. Okay, പതിവായി ചെയ്യാറുണ്ടായിരുന്നു. ഞാനിത് പതിവായി ചെയ്യാറുണ്ടായിരുന്നു. We use used to. Done before, yes, in the past. Past habitual action. പതിവായി ചെയ്യാറുണ്ടായിരുന്നു. We use used to. I used to do it. Yes, നമുക്ക് നോക്കാം. Used to. To express habitual action in the past. To express habitual action in the past, we use used to ഉപയോഗിക്കുന്നു കേട്ടോ. We use used to. He used to smoke. He used to smoke. അവൻ പതിവായി ചെയ്യാറുണ്ടായിരുന്നു. സ്മോക്ക് ചെയ്യാറുണ്ടായിരുന്നു. He used to smoke. I used to go there. ഞാൻ അവിടെ പോകാറുണ്ടായിരുന്നു. I used to go. I used to visit that place. മുൻപ് ഞാൻ അവിടെ പതിവായി പോകാറുണ്ടായിരുന്നു. In the past it is happened. Then we used to meet at the party. നമ്മൾ പതിവായി പാർട്ടിയിൽ കാണാറുണ്ടായിരുന്നു ഞങ്ങൾ. We used to meet at the party. പാർട്ടിയിൽ വെച്ച് ഞങ്ങൾ കാണാറുണ്ടായിരുന്നു. Every day. We used to meet at the party every day. എല്ലായ്പ്പോഴും ഞങ്ങൾ പതിവായി കാണാറുണ്ടായിരുന്നു. I used to go. ഞാൻ അവിടെ പോകാറുണ്ടായിരുന്നു. I used to go there. We can say used to ഉപയോഗിച്ച് പറയുന്നു. പതിവായി നടന്നിരുന്ന ഒരു ആക്ഷൻ, habitual action. When we say about like habitual, past habitual action, we use used to ഉപയോഗിച്ച് we use used to പറയുന്നു. He used to smoke. അവൻ
പതിവായി ചെയ്യാറുണ്ടായിരുന്നു. But now he does it more. That is the meaning. I used to cry for every silly things. Okay, I used to cry. Okay, I used to cry for every silly things. I used to be a nerd. Okay, I used to be stubborn sometimes before. I used to be. ഇല്ലേ, വാശി പിടിക്കായിരുന്നു, സ്റ്റബോൺ ആയിരുന്നു. സ്റ്റബോൺ ആയിട്ട് അല്ലേ, I used to be. I used to go church. I used to go church every day. ഞാൻ എപ്പോഴും ചർച്ചിൽ പോകുമായിരുന്നു, പതിവായി ചെയ്യാറുണ്ടായിരുന്നു. ഓക്കെ, പതിവായി ചെയ്യാറുണ്ടായിരുന്നു. Then I used to see him on my way to college. I used to see him. ഞാൻ അവനെ പതിവായി കാണുമായിരുന്നു. കോളേജിലേക്കുള്ള വഴിയിൽ ഞാൻ അവനെ. I used to go library every week. I used to go library every week. I used to convince everyone. Before, I used to convince everyone. I used to convince everyone. I used to convince. Then what else? Can you give me more examples for this? Can you give me some examples for used to? He used to do his exercise daily. Tell me. He used to do this exercise daily. Yes, he used to do with extra skill. It's good. Yes, he used to do all these things, all the things with extra, very enthusiastically. She used to do all these things, all the curricular activities, extracurricular activities. She used to do very enthusiastically, very energetically. She used to do that. We can use. Then ഞാൻ പോകാറില്ലായിരുന്നു. അതെങ്ങനെ പറയാൻ പറ്റും? I used to go. ഞാൻ പോകാറുണ്ടായിരുന്നു. ഇങ്ങനെ അതിന്റെ നെഗറ്റീവ് ഫോം നമ്മൾ എടുക്കും. Used to നെഗറ്റീവ് ഫോം. Used to means past tense ആണ്. Then എങ്ങനെ നമ്മളത് ഞാൻ പോകാറില്ലായിരുന്നു അങ്ങനെ പറയും. ഞാൻ അവിടെ പോകാറില്ലായിരുന്നു. ഞാൻ അവിടെ പോകാറില്ലായിരുന്നു. I didn't used to go. You can use I didn't use. USE. I didn't. Okay, നമ്മൾ did plus അല്ലെ used. Did plus use അല്ലെ. Then I didn't used to go. Okay, I didn't used to go എന്ന് പറയാം. നിങ്ങൾ അവിടെ പോകാറുണ്ടായിരുന്നു. Okay, did you used to go there? നിങ്ങൾ അവിടെ പോകാറുണ്ടായിരുന്നു. Did you used to go there? Question ആയിട്ട് ചോദിക്കാം. Okay, then നേരത്തെ ഞാൻ ധാരാളം വായിക്കുമായിരുന്നു. എങ്ങനെ പറയും? നേരത്തെ ഞാൻ ധാരാളം വായിക്കുമായിരുന്നു. Yes, good. I used to read a lot of books. Yes, I used to read a lot of books. Earlier, I used to read a lot. Yes, good. I used to read a lot. ഞാൻ നേരത്തെ ധാരാളം വായിക്കുമായിരുന്നു. I used to ചെയ്യാറുണ്ടായിരുന്നു. അല്ലെ, habitual action. Then I used to read a lot earlier. You can say I used to read a lot earlier. Yes, good. Then I used to see him on my way to college, on my way to school, on my way to office. Every day I used to see him. I used to meet him. അവനെ കാണാറുണ്ടായിരുന്നു. പതിവായി ഞാൻ കാണാറുണ്ടായിരുന്നു. I used to see him on my way to
home, on my way to office, on my way to school, on my way to college, I used to see him. You can say. അയാൾ നന്നായി പാടുമായിരുന്നു. How can you say? നേരത്തെ അയാൾ നന്നായി പാടുമായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് അയാൾ നന്നായി പാടുമായിരുന്നു. He used to sing good. Okay, he used to sing beautifully, you can say. He used to sing better. Yes, he used to sing. പതിവായി പാടാറുണ്ടായിരുന്നു. He used to sing years back. He used to sing very beautifully years back. വർഷങ്ങൾക്ക് മുമ്പ്, years back, you can add. He used to sing beautifully years back or earlier, നേരത്തെ, you can use. He used to sing. അവൾ ആരോടും സംസാരിക്കാറില്ലായിരുന്നു. എങ്ങനെ പറയാം നെഗറ്റീവ് ഫോം? അവൾ ആരോടും സംസാരിക്കാറില്ലായിരുന്നു. നേരത്തെ അവൾ ആരോടും ഇങ്ങനെ സംസാരിക്കും. She didn't used to talk. She didn't used to. She didn't used to. She didn't used to. Yes, good. She didn't use. USE. Did വന്നുകൊണ്ട് നമ്മൾ use അല്ലെ? She didn't used to talk to anyone. Yes, good. She didn't used to talk to anyone. Very good. ആ സംഭവത്തിന് ശേഷം അയാൾ ചിരിക്കാറില്ലായിരുന്നു. ആ സംഭവത്തിന് ശേഷം അയാൾ ചിരിക്കാറില്ലായിരുന്നു. He didn't use to smile after that incident. Yes, he didn't used to smile after that incident. She didn't. After that incident, he didn't used to smile. Very good. After that incident, he didn't used to smile. He didn't used to smile after that incident. Very good. Very good. Sorry. നേരത്തെ അയാൾ ഇങ്ങനെ മദ്യപിക്കാറില്ലായിരുന്നു. എങ്ങനെ പറയും? നേരത്തെ അയാൾ ഇങ്ങനെ മദ്യപിക്കാറില്ലായിരുന്നു. How can we say നേരത്തെ അയാൾ ഇങ്ങനെ മദ്യപിക്കാറില്ലായിരുന്നു? Yes, he didn't used to drink earlier. Okay, ഇങ്ങനെ earlier he didn't drink alcohol like this. ഇതേപോലെ അദ്ദേഹം മദ്യപിക്കാറില്ലായിരുന്നു. Okay, he didn't use USD, didn't use to drink earlier. ഇതേപോലെ മദ്യപിക്കാറില്ലായിരുന്നു. We can say that. Very good that. Very good for that. Yes, then അവൾ ആരെയും മൈൻഡ് ചെയ്യാറില്ലായിരുന്നു. നേരത്തെ അവൾ ആരെയും മൈൻഡ് ചെയ്യാറില്ലായിരുന്നു. She didn't used to mind anyone. Yes, mind anyone. She didn't used to mind anyone. She didn't used to mind anyone earlier. That's good. Okay, she didn't used to mind anyone. അവൾ നേരത്തെ ഇതുപോലെ പ്രാർത്ഥിക്കാറില്ലായിരുന്നു. അവൾ നേരത്തെ ഇതുപോലെ പ്രാർത്ഥിക്കാറില്ലായിരുന്നു. She didn't used to pray like this. Yes, like this. Okay, she didn't used to pray earlier. She didn't used to pray like this before. It's good. Good, very good. She didn't used to pray earlier. Very good. Very good. Then നമ്മൾ used to ആണ് ഉപയോഗിച്ചത്. used to ഉപയോഗിച്ചാണ് എങ്ങനെ പതിവായി ചെയ്യാറുള്ള കാര്യങ്ങൾ used to ഉപയോഗിച്ച് പറയുന്നു. Okay, today we discussed about their same modal verbs, their, need, used to. ഇതെല്ലാമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. their ഉപയോഗിക്കുന്നത് ധൈര്യപ്പെടുക, ഒത്തിരുക, ഫേസ് ബോൾഡ്ലി അങ്ങനെയുള്ള മീനിങ് വരുമ്പോഴാണ് നമ്മൾ their ഉപയോഗിച്ച് പറയുന്നത്. How dare you go there? Okay, go if you dare. You dare to see the film alone? Okay, and the negative form, you daren't go there.
Okay, you daren't go that place alone. Okay, എന്നൊക്കെ ധൈര്യമില്ലേ എന്നൊക്കെ ചോദിക്കാം. Dare you go there alone? നിനക്ക് ധൈര്യമുണ്ടോ? അവിടെ പോകാൻ ധൈര്യമുണ്ടോ? Dareന്റെ ധൈര്യമില്ലേ എന്നൊക്കെ ചോദിക്കാം. Dare ഉപയോഗിച്ച് പറഞ്ഞു. Then next one is need. ആവശ്യം, obligation. When we say about our obligation, you need to do this. You need to behave mannerly in public places. You need to behave like this. You need to obey your parents. You need to obey your teachers. Okay. You need to obey the rules. You need to be silent in the library. You need to be silent in the library. You need to consult a doctor before taking medicine. Okay. When we say about the necessity, when we say about obligation, we use need. You needn't go there. And avashyamilla. You needn't come with me. No need of coming with me. Okay, no need of coming with me. No need of worrying about this. I can manage it alone. No need of worrying about me. Okay, all these are the use of need. Need ആണ്. Then next one is used to. പതിവായി ചെയ്യാറുള്ള കാര്യങ്ങൾ used to ഉപയോഗിച്ച് പറയുന്നു. Okay, used to പതിവായി. In the past it is happened. Okay, past habitual action. To refer past habitual action, we use need to. Sorry, used to ഉപയോഗിക്കുന്നു. Then he used to smoke. He used to smoke. I used to go there. I used to meet her on the way to my home. We used to meet her. Okay, we used to meet at the party every evening, every day. We used to meet at the party every day. Okay, all these are past habitual action. We use used to. Negative form, we didn't use. Okay, didn't use. Past negative form. Negative form. Okay, ഇത്രയും clear ആണോ? Okay, then ഒരു question ചോദിക്കുകയാണെങ്കിൽ did she used to dance well? അവൾ നന്നായി ഡാൻസ് കളിക്കുമായിരുന്നു. നേരത്തെ അവൾ നന്നായി ഡാൻസ് കളിക്കുമായിരുന്നു. Did she used to dance well? Okay. നീ മദ്യപിക്കുമായിരുന്നോ? എങ്ങനെ ചോദിക്കാം? നീ മദ്യപിക്കുമായിരുന്നോ? Did he used to drink? She used to drink. Did you use to drink? Okay, did you use to drink? Yes. Did you use to drink? നീ ധാരാളം പുകവലിക്കുമായിരുന്നു. എങ്ങനെ ചോദിക്കാം? Did you used to smoke? Okay. Did you used to smoke? Yes, did you used to smoke? Yes, a lot. Much. Did you used to smoke so much? You can say, did you used to smoke a lot? Yes. നീ സ്ഥിരമായി പടം കാണാറുണ്ടായിരുന്നോ? എങ്ങനെ ചോദിക്കാം? നീ സ്ഥിരമായി മൂവീസ് കാണാറുണ്ടായിരുന്നോ? ഫിലിംസ് കാണാറുണ്ടായിരുന്നോ? എങ്ങനെ ചോദിക്കാം? Did you used to watch movies? Yes, good. Did you used to watch movies, films? You can ask. Did you used to watch movies? To watch films. Yes, good. Good. Then അവൾ നന്നായി നേരത്തെ ഡാൻസ് ചെയ്യുമായിരുന്നു. Did she used to dance earlier? Did you used to dance well? She used to dance well. Yes, did you used to dance well before? Did you used to dance well? Did she our did she used to did she dance did she used to dance well? Did he used to sing well? അവൻ നന്നായി പാട്ട് പാടുമായിരുന്നോ? Did he used to sing well? നന്നായി പാട്ട് പാടുമായിരുന്നോ? Then നീ രോഗികളെ സ്ഥിരമായി സന്ദർശിക്കുമായിരുന്നു. എങ്ങനെ ചോദിക്കാം? നീ രോഗികളെ സ്ഥിരമായി സന്ദർശിക്കുമായിരുന്നു.
Did you used to visit people? Yes, did you visit patients? Did you used to visit patients? Did you used to visit the sick? Sick, S-I-C-K. Did you used to visit the patients? Or you can ask, did you used to visit the sick? അസുഖം ബാധിച്ചവരെ രോഗികളെ സ്ഥിരമായി സന്ദർശിക്കുമായിരുന്നു. Did you used to? Did you used to visit sick? Yes, deceased. Very good. Deceased. അസുഖം ബാധിച്ചവരെ അല്ലേ? Did you used to go to your relatives? അല്ലെ, റിലേറ്റീവ്സിന്റെ വീട്ടിൽ നീ സ്ഥിരമായി പോകുമായിരുന്നു. Did you used to visit your relatives? Did you used to go to your relatives home? You can ask. Then നീ എപ്പോഴായിരുന്നു ഓഫീസിൽ പോകാറുണ്ടായിരുന്നത്? നീ ഏത് സമയം, അങ്ങനെയൊക്കെ. നീ എപ്പോഴാണ് സ്ഥിരമായി പോകാറുണ്ടായിരുന്നത്? ഏത് സമയത്തായിരുന്നു? എപ്പോഴാണ്? When did you used to go to office? Office, yes, good. When did you go to the office? Okay, when did you go? When did you used to go to office? Very good. When did you used to go, or what time? നീ ഏത് സമയത്താണ് പോകാറുണ്ടായിരുന്നത്? What time you used to go to office? What time did you used to go to office? What time? ഏത് സമയം, ഏത് നേരം, എപ്പോഴാണ്? At what time? Okay, good. At what time? When did you? എപ്പോഴാണ്? When did you used to go to office? നീ എത്ര മണിക്കായിരുന്നു കിടക്കാറുണ്ടായിരുന്നത്? എത്ര മണിക്കാണ് കിടക്കാറുണ്ടായിരുന്നത്? ഏത് സമയത്താണ്, എത്ര മണിക്കാണ് നീ കിടക്കാറുണ്ടായിരുന്നത്? At what time did you used to sleep? Used to sleep, yes, good. Did you go to bed? Yes, good. At what time you used to sleep? At what time did you used to sleep? Can ask. What time did you used to sleep? Yes, good. Good. എത്ര മണിക്കൂർ നീ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു? ദിവസവും നീ എത്ര മണിക്കൂർ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു? എത്ര മണിക്കൂർ? എത്ര How മണിക്കൂർ? far did you used to practice daily? Yes, how many hours did you use to practice? Yes, good. Okay, how many hours did you use to practice a day? ഒരു ദിവസം നീ എത്ര മണിക്കൂർ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു? How much hours? How many? Okay, how many hours? എത്ര മണിക്കൂർ? Okay, എത്ര മണിക്കൂർ? How many hours? Yes. Then ആരാണ്? Yes, what time did you use to practice? Did you use to practice? Yes. ഏത് സമയമാണ്? ആരാണ് നിങ്ങളെ സ്കൂളിൽ കൊണ്ടുപോകാറുണ്ടായിരുന്നത്? ആരാണ് നിങ്ങളെ സ്കൂളിൽ കൊണ്ടുപോകാറുണ്ടായിരുന്നത്? നോട്ട് ചെയ്യുന്നുണ്ടോ? ഇത് എഴുതുന്നുണ്ടോ നിങ്ങള്? Yes, who used to take you to school? Very good. Who used to take you to school? Who used to drop you to at school? Very good. Who used to take you to school? It's good that. Very good. Who used to take you to school? Who used to take you to school? Good. Good, good. Then okay, മനസ്സിലായോ? യൂസ്ഡ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പതിവായി ചെയ്യാറുള്ള കാര്യങ്ങൾ. എങ്ങനെ നെഗറ്റീവ് ഉപയോഗിക്കാം, ഡിഡിന്റ് യൂസ് ഉപയോഗിക്കുന്നു. നെഗറ്റീവ് ഫോമിലോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ഡിഡിന്റ് യൂസ് ക്വസ്റ്റ്യൻ ഫോമിലേക്ക് നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്ന് കണ്ടു. മനസ്സിലായോ? യൂസ് ടു, ഡെയർ, നീഡ്. ക്ലിയർ ആണോ എല്ലാവർക്കും? You want any clarification? If you want, you can ask me now. If you want to repeat.
can ask. Then in the next session, we discuss about ought to, have to. Okay, ought to, have to, when it is used. Clear ആണോ? എക്സാമ്പിൾസ് ഒക്കെ മനസ്സിലായോ? എഴുതിയെടുത്തോ എല്ലാവരും? Then next one ought to ആണ്. അതുകൂടി നമുക്കൊന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ought to express obligation, അതായത് നമ്മുടെ ഡ്യൂട്ടീസ്, ധാർമ്മികമായ കടമകൾ എന്നൊക്കെ പറയാം. നമ്മൾ എന്തായാലും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ought to ഉപയോഗിച്ച് പറയുന്നത്. ought to ജസ്റ്റ് ഒന്ന് തുടങ്ങണേ ഉള്ളൂ. മിസ് അടുത്ത ക്ലാസ്സിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ought to go there, നീ എന്തായാലും പോകണം അവിടെ. ought to go there, അതായത് should, you should do this എന്നൊക്കെ പറയില്ലേ, you must, should ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ought to ഉപയോഗിക്കുന്നുണ്ട്. ought to go there. Teachers ought to appreciate the ability of the children. Okay, കുട്ടികളുടെ കഴിവുകളുടെ അല്ലെ കഴിവ് ടീച്ചേഴ്സ് എന്തായാലും should appreciate. അതിന് പകരം ought to appreciate the skills of children. Okay, understand? Teachers should appreciate or ought to appreciate the skills of children. We ought to respect our teachers and elders. We ought to respect them. We ought to respect our teachers. We ought to obey the words of our teachers. Our parents. We ought to respect our parents. The use of ought to. ought to ഉപയോഗിച്ച് പറയുന്നു. അതായത് എന്തായാലും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങള്, our duties, when we express our duties, obligations, we use ought to ഉപയോഗിക്കുന്നു. Okay, that's how many examples, we will discuss it later. And teachers ought to appreciate the abilities of the children, ability of the children. We ought to respect our teachers and elders. We ought to respect our national anthem. We ought to respect our national anthem. Our motherland. We ought to respect our mother tongue. Okay, we ought to respect our motherland. Okay. All these are the use of നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ ought to ഉപയോഗിക്കുന്നു. Next class we'll discuss it more. Okay. Shall we wind up today's class? Okay, ma'am. Thank you, ma'am. Thank you, ma'am. Thank you for that. Thank you, ma'am. You give me so many examples. Very good. But really super class. Thank you for that. Okay. Thank you, Miss. Thank you, ma'am. Okay. Meet you soon. Have a nice day to all. Same to you.